ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 18. അന്തവന്ത ഇമേ ദേഹാ നിത്യസ്യോക്താ ശരീരണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദിത്യസ്സ ഭാരത. വിവർത്തനം. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. ഭാവാർത്ഥം: ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ. അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം, 100 കൊല്ലങ്ങൾക്ക് ശേഷവുമാകാം. സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. എന്നത്തേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ. പക്ഷേ ജീവാത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല, അണുത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയുമില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ച പോലെ ആർക്കും അളക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അത് അത്രയും ചെറുതാണ്. അപ്പോൾ ജീവാത്മാവിനെ ഹിംസിക്കാനോ ദേഹത്തെ എത്ര കാലം വേണമെങ്കിലും നിലനിർത്തി പോരാനോ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് വിലാപം കൊണ്ട് ഫലമില്ല. ഭഗവദംശവും അണുമാത്രനുമായ ജീവാത്മാവിന് തന്റെ കർമ്മം അനുസരിച്ചാണ് ഭൗതിക ശരീരം ലഭിക്കുന്നത്. അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ നിറവേറ്റിയേ മതിയാവൂ. പരമജ്യോതിസിന്റെ വിഭിന്നാംശമാകയാൽ ജീവാത്മാവിനെ വേദാന്ത സൂത്രത്തിൽ ജ്യോതിസായി വർണ്ണിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെയും പുലർത്തിപ്പോരുന്നു. ജീവാത്മാവ് വിട്ടുപോയാലുടനെ ശരീരം ജീർണിക്കുകയായി. അതുകൊണ്ട് അതിനെ നിലനിർത്തിപ്പോരുന്നത് ജീവാത്മാവാണ്. ഈ ഭൗതിക ശരീരത്തിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. ഭൗതിക ശരീര പരിഗണനകൾക്കായി മതാചാരങ്ങൾ ഉപേക്ഷിക്കാതെ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചത്. ശ്ലോകം 19. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹദം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. വിവർത്തനം. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഭാവാർത്ഥം: ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങളേറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആത്മീയ ഘടന കൊണ്ട് തന്നെ ജീവാത്മാവ് അവധ്യനാണ്. കൊന്നതോ കൊന്നതായി കരുതുന്നതോ ശരീരം മാത്രമാണ്. ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതുകൊണ്ട് ചെയ്യുന്നത്. മാ ഹിംസ്യാത് സർവഭൂതാനി. ഒന്നിനെയും ഹിംസിക്കരുത് എന്നത്രേ വേദോക്തി. ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏതു ജീവിയെ ഹിംസിക്കുന്നതും നികൃഷ്ടമാണ്. ഭഗവത് നീതി അനുസരിച്ചും രാഷ്ട്രീയ നീതി അനുസരിച്ചും ശിക്ഷാർഹമാണത്. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപരിച്ചിരിക്കുന്നത്, തന്നിഷ്ടപ്രകാരമല്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.